പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരം മുക്കോലക്കലുള്ള സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടുത്തെ കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് ചോദിക്കാം. അവർ നമുക്കൊപ്പം ചേരുന്നു. വരും. ഹലോ സ്കൂൾ സെന്റ് തോമസ്. പോരാ പോരാ പവർഫുൾ ആണ്. നമ്മൾ നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? നിങ്ങൾ ഇങ്ങനെ നല്ല ജിൽ ജിൽ നിൽക്കുന്ന കുട്ടികളാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്തൊക്കെയാണെന്ന് നിങ്ങളിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്ക് കുഞ്ഞു കുട്ടികളിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഹലോ ഹലോ, പേരെന്താ മോനെ? ഇഷാൻ. ഇഷാൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8A. നമ്മൾ അങ്ങനെ പറയാം, 8A. ഓക്കെ. എന്താ എക്സ്ട്രാ കരിക്കുലർ എന്താ ആക്ടിവിറ്റീസ് എന്താ ഉള്ളത്? പാടും. അടിപൊളി. ആദ്യം തന്നെ നമ്മൾ ഗംഭീര ഒരു പാട്ടുകാരൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എന്താ കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഉണ്ട്. ഏതാണ്? ക്ലാസിക്കൽ പഠിക്കുന്നുണ്ടോ? ക്ലാസിക്കലില്ല, ഇത് യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുക്കാറുണ്ട്. ലൈറ്റ് മ്യൂസിക് ഒക്കെ പാടാറുണ്ട്. അപ്പൊ ഇഷാനെ ഞാൻ നോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ വരും, ഇടയ്ക്കൊരു പാട്ട് പാടിത്തരണം. ഓക്കെ. പേരെന്താ മോനെ? അർപ്പിത്. എന്താ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്? ആർട്ടാണ്. ഓക്കെ. ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും? ടീച്ചറിന്റെ ക്ലാസ്സിൽ വന്നിട്ട് ആർട്ട് നിങ്ങൾക്ക് ഒരു പീരീഡ് ഉണ്ട് അല്ലെ? ഒരു അവർ ഉണ്ട്. ഓക്കെ. എന്നിട്ടോ അതിലെന്തൊക്കെയാ ചെയ്യാറുണ്ട്? നന്നായി പെയിന്റിംഗ് ക്ലാസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇവിടെ ആരും ഒരാൾ കളരിക്കാരനുണ്ടായിരുന്നല്ലോ, അതാരാ? കളരി ഒളിച്ചു നിൽക്കുന്ന കളരിക്കാരൻ ഇവിടെ. ഓക്കെ. കളരി ഞാനുമുണ്ട്, അഖിലുണ്ട്. അഖിൽ വരൂ, മുന്നിലേക്ക് വരൂ, കടന്നു വരൂ. അഖിൽ കളരി പഠിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ? പൊതുവെ മാർഷൽ ആർട്സ് ആണ്. ഞാനും കളരിയും ഉണ്ട്. ആൻഡ് നമ്മൾ രണ്ടും നാഷണൽ റെപ്രസെന്റേറ്റീവ് ആണ്. ഒരു പ്രാവശ്യം കയ്യടി, ഒരു ചെറിയ കയ്യടി. പിന്നെ കിക്ക് ബോക്സിംഗ് കളരി. ഓ ഗംഭീരം. ഞാൻ കളരി അത് തന്നെ പോയിട്ട് ഞാനിപ്പോൾ 3 നാഷണൽസ് പോയിരുന്നു. അതിൽ ഒരെണ്ണത്തിലാണ് ഇഞ്ചുറി ആയി. 2 നാഷണൽസ് കിട്ടിയിട്ടുണ്ട്. ഈ വർഷം ഇനി ഡിസ്ട്രിക്റ്റോട്ട് അടവുകൾ ഒരുപാട് അറിയുന്ന ആളുകളാണ്. സൂക്ഷിച്ചും കണ്ടു നിൽക്കണം. പെൺകുട്ടികൾക്ക് കളരി പഠിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്. കളരി, മാർഷൽ ആർട്സ് എന്തൊരു ചെറിയ ആഗ്രഹമുണ്ട്. എന്താണ് മോളുടെ പേരെന്താ? ജുവൽ. എത്രാം ക്ലാസ്സിലാ? ഞാൻ 7ല്. എന്താ ഇഷ്ടമുള്ള സംഭവം? എന്താ സംസാരിക്കാൻ ഇഷ്ടമുള്ള എന്തിനെ കുറിച്ചാണ്? ഡാൻസ്. വെരി ഗുഡ്. ഡാൻസ്. ഓക്കെ. അപ്പൊ എന്താ പഠിക്കുന്നുണ്ടോ ഡാൻസ്? ഞാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ. 7 വർഷമായിട്ട് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നുണ്ട്. ഇപ്പൊ 7ാം ക്ലാസ്സിലോ? 1ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട്. അടിപൊളി. എന്നിട്ട് മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കാറുണ്ട്. ഞാൻ കലോത്സവത്തിന് പോയിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ലെവൽ 2 വർഷമായിട്ട് കുച്ചിപ്പുടിക്ക് ഫസ്റ്റ് കിട്ടുന്നുണ്ട്. ഓ സൂപ്പർ. ഇത് ഞാൻ വീണ്ടും പറയണം, കൈയടി. പേരെന്താ? പാർവതി. എത്രാം ക്ലാസ്സിലാ? 7th-ലാണ്. എന്താ ഇഷ്ടമുള്ള കാര്യം എന്താ? ഞാൻ ഇംഗ്ലീഷ് റെസിറ്റേഷനിലൊക്കെ കലോത്സവത്തിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സൂപ്പർ. എന്നിട്ടോ എന്താണ്? ഞാൻ ഡിസ്ട്രിക്ട് ലെവലിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. A grade ആണ്. എനിക്ക് സ്കൂളിൽ നിന്ന് നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്, എൻ്റെ ടീച്ചേഴ്സിൽ നിന്നും എല്ലാവരും. ഇപ്പം പാട്ട് കേൾക്കുന്നതിനോട് വല്ല കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? ആരാ നിങ്ങളുടെ ഇടയ്ക്ക് പാട്ട് പാടുന്ന ഒരാളുടെ പേര് പറഞ്ഞേ? ഇഷാൻ. അയ്യോ എന്നൊക്കെ. ഓക്കെ. ഇഷാൻ അപ്പൊ ഒരു പാട്ട് പാടുമ്പോൾ ഇവരങ്ങ് ഓക്കെ ആവും. തീരുമാനിച്ചോ? ഈ മിഴികൾ നല്ലതു കാണുവാനാവണം, മൊഴികൾ ഈ മൊഴികൾ നേരിൻ്റെ ചേലുള്ളതാവണം, നേർക്കുനേർ നോക്കി മൊഴിയണം, മിഴികൾ ഈ മിഴികൾ നല്ലതു കാണുവാനാവണം, മൊഴികൾ ഈ മൊഴികൾ നേരിൻ്റെ ചേലുള്ളതാവണം. രണ്ട് കൂട്ടുകാരെ അടിപൊളിയായിട്ട് പാടിയേക്കാം. അപ്പൊ നമുക്കിനി ആരാണ് ഇവിടുത്തെ സ്കൂളിന്റെ ആക്ടിവിറ്റീസിനെ കുറിച്ചൊന്ന് സംസാരിക്കുന്നത്? ഒരു പറഞ്ഞു. പേരെന്താണ്? ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ കേമണിന് പോയിട്ടുണ്ട്. കേമൺ എന്ന് വെച്ചാൽ കേരള മോഡൽ യുണൈറ്റഡ് നേഷൻസ് ആണ്. അതൊരു 2 day പ്രോഗ്രാമാണ്. ഇവിടുന്ന് സ്ക്രീനിങ് കഴിഞ്ഞാണ് ഞങ്ങൾ പോയത്. ടീച്ചേഴ്സിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. കേമൺ ആക്ച്വലി 3 തരം കാറ്റഗറിയിലായിട്ടാണ് നമ്മൾ തിരിച്ചേക്കുന്നത്. ഡെലിഗേറ്റ്സ് ഉണ്ട്, അവർ കൺട്രീസിനെ റെപ്രസെൻറ്റ് ചെയ്ത് പോകും. പിന്നെ ഫോട്ടോ ജേർണലിസ്റ്റ്, പിന്നെ ജേർണലിസ്റ്റ്. ഞാൻ ജേർണലിസ്റ്റ് ആയിട്ടാണ് പോയത്. ഓ അടിപൊളി. ബെസ്റ്റ് ജേർണലിസ്റ്റ് അവാർഡൊക്കെ കിട്ടി. പിന്നെ ഞങ്ങളുടെ കൂടെ ഡെലിഗേറ്റ് ആയിട്ട് റോഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ ജേർണലിസ്റ്റ് ആയിട്ട് അബുലും ഉണ്ടായിരുന്നു. ഓക്കെ, അടിപൊളിയായിരുന്നു. അപ്പം എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എന്തായിരുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സെക്കൻഡ് ഡേ ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ ദിവസം റെക്കോർഡ് അല്ലെങ്കിൽ എഴുതിയെടുക്കാം അവർ പറയുന്നില്ല. അപ്പോൾ അവർ കുറേ മിസ്റ്റേക്ക് ഒക്കെ ചെയ്തു. അതെല്ലാം ഞങ്ങൾ
കണ്ടുപിടിച്ചു, പിന്നെ അവരുടെ അടുത്ത് ചോദിച്ചു. ഇവിടെ നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മോളുടെ പേരെന്താ? ആഷ്ന. ആഷ്ന. ആദ്യം തൊട്ട് ഇവിടെയാണോ പഠിക്കുന്നത്? ഞാൻ 6th തൊട്ട് ഇവിടെയാണ്. 6th തൊട്ട് ഇവിടെയാണ്. അപ്പൊ ആ ഒരു ബന്ധമുണ്ട് സ്കൂളായിട്ട്? ഉണ്ട്. എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? എന്തൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്? മീൻസ് അക്കാഡമിക്കലി അല്ലാതെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? സ്പോർട്സ് എല്ലാം ക്ലബിന്റെ ആക്ടിവിറ്റീസ് അതൊക്കെ എല്ലാം സയൻസ് ക്ലബ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് മസ്റ്റ് ആണോ? നിങ്ങൾക്ക് ചേരണം എന്നുണ്ടോ? ക്ലബുകളിൽ ചേരണം എന്നുണ്ടോ? പിന്നെ ഒരു ടൈം വരണം. 10th ആകുമ്പം നമുക്ക് കുറെ പഠിക്കാനുള്ളതുകൊണ്ട് അങ്ങനെ പറ്റത്തില്ല. അപ്പം ഒരു 8th or 9th വരെ നമുക്ക് അങ്ങനെ കയറണം എന്നുണ്ട്. എന്താ ഇഷ്ടമുള്ള പഠിത്തം അല്ലാതെ എന്താണ് ഇഷ്ടം? ശാസ്ത്രോത്സവം ഇങ്ങനെ ശാസ്ത്രോത്സവം പോകാറുണ്ട്, സയൻസ് ഫെസ്റ്റിന് പോകാറുണ്ട്. എന്നിട്ടോ എന്തൊക്കെയാ എക്സ്പീരിയൻസ്? എന്താ? ഇംപ്രവൈസ്ഡ് എക്സ്പെരിമെന്റ് ചെയ്ത് എനിക്ക് ഡിസ്ട്രിക്റ്റിൽ B ഗ്രേഡ് കിട്ടി. ഓ അടിപൊളി, കൈയടിക്കണോ? എന്തായിരുന്നു മോളെ ചെയ്തത്? ഞാൻ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റിനെ കുറിച്ച് എല്ലാം കൂടെ ചെയ്തതാണ്. പ്ലാസ്റ്റിക് നമുക്ക് പ്രധാന ഘടകമാണ് കേട്ടോ. പ്ലാസ്റ്റിക്, നോ പ്ലാസ്റ്റിക് നമ്മൾ പറയും എപ്പോഴും. പിന്നെ അതിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് വിട്ടത്. ഓ ശരി 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 ശരി. എന്താണ് എക്സ്ട്രാ കരിക്കുലർ ഇഷ്ടമുള്ള? മാത്സ് എക്സിബിഷൻസിനൊക്കെ പോകാറുണ്ട്, കലോത്സവത്തിന് പോകാറുണ്ട്. ഈ ഇയർ പോയിട്ടുണ്ടായിരുന്നു മാത്സ് എക്സിബിഷന്, 3rd ഉണ്ടായിരുന്നു സബ് ഡിസ്ട്രിക്ട്. ഇനി ഞാൻ പറയണോ അത്? മാത്സ് ആണോ ഇഷ്ട വിഷയം? ഇഷ്ടം ഉണ്ട്. കണക്ക് പഠിക്കുന്നവൻ എന്തും പഠിക്കും എന്നാണ്. ശ്രുതിക എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th. ഇനി 10th ഒരു സ്ട്രെസ് ചെറുതായിട്ട് ഉണ്ട്. വീട്ടുകാർ പറയാറുണ്ടോ? പറയാറുണ്ട്. എന്തിനാണ് TV ഒക്കെ കണ്ടിരിക്കുന്നത്, ഫോൺ കുത്തിയിരിക്കുന്നത്? അതൊക്കെ. എന്തിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇഷ്ടം കൂട്ടുകാരോടൊക്കെ ഇരിക്കുമ്പോൾ? പിന്നെ യൂഷ്വലി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അതാ ഞാൻ ചോദിച്ചത്, എന്താണ് അത്? എന്തിനെ കുറിച്ചായിരിക്കും? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് റാൻഡം കാര്യങ്ങൾ. കസ്തൂരി സൈലന്റ് ആണോ? വളരെ സൈലന്റ് ആണോ? കസ്തൂരിയുടെ ക്ലാസ്സിലുള്ള ആരാ? ഇങ്ങനെയാണോ? എന്താണ് കസ്തൂരി എന്തിനെ കുറിച്ചാണ് വാചാലയാവുക? അങ്ങനൊന്നുമില്ല. എന്നാലും എന്തിനാ ഏറ്റവും ഇഷ്ടം? എന്തിനാ? മ്യൂസിക്. അതാണ്. പാട്ട് പാടുമോ? കേൾക്കും. എങ്ങനത്തെ പാട്ടാ ഇഷ്ടം? ഇംഗ്ലീഷ് കേൾക്കാറുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. ആർട്ട് വർക്ക് ഒക്കെ ചെയ്യാറുണ്ട്. വീട്ടിലൊക്കെ ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ? സീത, നല്ല പേരല്ലേ സീത. എന്താ അങ്ങനെ പേരിടാൻ കാര്യം? അറിയില്ല. ചോദിച്ചിട്ടുണ്ടോ? അപ്പോഴോ? ഇഷ്ടപ്പെട്ടു വിട്ടു. ആരാ ഇട്ട? അച്ഛനോ? അമ്മയാണ് സീത എന്നുള്ള പേരിട്ട്. ഓക്കെ. പിന്നെ എന്താണ് ഇഷ്ടമുള്ള വിഷയം സംസാരിക്കാൻ? ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഉണ്ട്. എന്താണ്? ക്ലാസിക്കൽ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാ നിങ്ങൾ ഇവിടെ ക്ലാസ്സിൽ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടോ? ഈ മാർഷൽ ആർട്സ് ഒക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ഇഷ്ടമാണോ പഠിക്കാൻ? നിങ്ങൾ ഡാൻസിലും അങ്ങനെയൊക്കെ വരുന്നില്ലേ? വഴക്കം, മെയ് വഴക്കം, അരമണ്ഡലം, അങ്ങനെയൊക്കെ ഇല്ലേ? പിന്നെ ബാൻഡിനുണ്ട്. പിന്നെ അതേപോലെ മത്സരങ്ങൾ, ഇവിടെയുള്ള മത്സരങ്ങൾ അതേപോലെ എല്ലാം പങ്കെടുക്കാറുണ്ട്. ഓക്കെ. മോളുടെ പേരെന്താ? ഗായത്രി. ഗായത്രിക്ക് എന്താ ഇഷ്ടം? എനിക്ക് ജിംനാസ്റ്റിക്സ്. അടിപൊളി. പഠിക്കുന്നുണ്ടോ മോളെ? പഠിക്കുന്നുണ്ട്. പോയിട്ടുണ്ടോ? നാഷണൽസിന് പോയിട്ടുണ്ട്. എന്റെ ദൈവമേ, എനിക്ക് എന്നിട്ടോ എന്തായിരുന്നു എക്സ്പീരിയൻസ്? കുഴപ്പമില്ല, ഇപ്പൊ പേടിയുണ്ട്. മത്സരമൊക്കെ കോമ്പറ്റീഷൻ ഒക്കെ ടൈറ്റ് ആയിരുന്നോ? ടൈറ്റ് ആയിരുന്നു നമുക്ക് കുറച്ച്. 4:30 എണീക്കാത്ത കുട്ടികളെ ഇങ്ങോട്ട് കേൾക്കൂ. 4:30 എണീറ്റ് നാളെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? വർക്കൗട്ട് ചെയ്യും. ഓക്കെ. വീട്ടില് ജിം സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? എന്നിട്ടോ എത്ര മണിക്കൂർ? 5 മണിയായി. എന്നിട്ടോ 5 മണിക്കൂർ ഡ്രസ്സൊക്കെ തേക്കും. എന്നാലും അത് 5:30 ആയി. ഒരു ബുക്കൊക്കെ എടുത്ത് വെക്കും. പിന്നെ സ്ലോ ആണോ ഭയങ്കര, അതോ ഫാസ്റ്റ് ആണോ? സ്ലോ ആയിട്ടാ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ എണീക്കുന്നത്. ഓക്കെ. എന്നിട്ടോ സ്വന്തം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരെ സഹായിക്കലൊന്നും നമുക്കില്ല. അത് ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ട് സഹായിക്കുള്ളൂ. വീട്ടിൽ വന്നിട്ട് സഹായിക്കോ? ആരെ? അമ്മയാ? എന്താ സഹായിക്കുന്നത്? കുക്കിങ്ങിനൊക്കെ കയറും. എന്നിട്ട് എന്തൊക്കെയാ കുക്ക് ചെയ്യണേ? എല്ലാം കുക്ക് ചെയ്യോ? എത്ര ക്ലാസ്സിലാ? 9th. ഓ, കയ്യടി കൊടുക്കടോ. ഒരു റെസിപ്പി പറയും കേട്ടോ, ഇഷ്ടമുള്ള ഉണ്ടാക്കുന്നത്. അത് വേണ്ട, കഞ്ഞി അത് വേണ്ട, വേറെ ഉള്ളിച്ചമ്മന്തി. അന്ന് പറയ് കേക്കട്ടെ. ഉള്ളിയും തക്കാളിയും വഴറ്റും, എന്നിട്ട് എടുത്ത് മിക്സിയിലിടും, ഉപ്പും ഇട്ട്. ഓ, അത്രേ ഉള്ളൂ. സീൻ. അടിപൊളി, ഗംഭീരം. മോന്റെ പേരെന്താ? ദിയാൻ സലാം. എത്രാം ക്ലാസ്സിലാ? 8th. ഏത് പാട്ടാ പാടാൻ പോന്നേ? ഞാനൊരു ഹിന്ദി പാട്ട് പാടാന്ന് വിചാരിച്ചു. നിങ്ങളോ? ഞാനൊരു തമിഴ് പാട്ട്. മോനോ? മലയാളമാണോ? ഓ, 3 പാട്ടായിരുന്നു. ഞാൻ ഇവരെ ഒരുമിച്ച് പാടാന്ന് പറഞ്ഞു. അപ്പൊ ഹിന്ദി പാട്ട് കേൾക്കാല്ലേ ആദ്യം?
दूरियां फिर भी कम ना हुई, एक अधूरी सी हमारी कहानी रही, आसमान को जमीन जरूरी नहीं, जा मिले इश्क वही सच्चा जिसको मिलती नहीं मंसिले ദിയാൻ സലാം. ദിയാൻ വന്നു നിന്നപ്പോ തന്നെ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു അല്ലേ, ഒരു ബോളിവുഡ് സ്റ്റൈലിലൊക്കെ വന്നിട്ടാണ്. പേരെന്താണ്? ദിയാൻ സലാം. ഓക്കെ, ഗംഭീരായിരുന്നു, നല്ല സ്റ്റൈൽ. കീപ് ഗോയിങ്. അർജിത് സിംഗിന്റെ പാട്ടാണ്, അയാളെ വലിയ ഫാനാണ്. ഗംഭീരം, എങ്ങനെ തന്നെ പോട്ടെ കേട്ടോ, അടിപൊളി. ഞാൻ തമിഴ് പാട്ട് ആരുടെ പാട്ടാ പാടുന്നത്? വിജയുടെ ഫാനാണോ? വിജയ് ഫാൻസ് ഉണ്ടോ? പെമ്പിള്ളാരൊക്കെ ഇഷ്ടം പോലാണ്. నారెడితా వరవా అన్న నా తనియా వరవా తెలగొడుకో సింగదప్పా ఎవరికి ఏ రూట్ మారాదప్పా నారెడితా వరవా అన్న నా ఇరంగి వరవా திறனெடுக்கிற அடிக்கிற நாட்டத்தா திறனெடுக்கிற நீ கொஞ்சம் நாயட்டத்தா 10 பாட்டில் நான் குடிக்க அண்டர்ல கண்ணை செடிக்க செராவடி கொட்டாங்கடா பசி நான் தடிக்க டவு டட்டவு டவு டட்டவு டவு 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 டட்டவு டவு டட்டவு டவு டவு டட டவு 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 டட டவு 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 Jesus loves me, this I know, for the Bible tells me so. Little ones to Him belong. Jesus loves me, this I know. Yes, Jesus loves me. Yes, Jesus loves me. Yes, Jesus loves me, for the Bible tells me so. For the Bible tells me so. ബേസിക്കലി ഞങ്ങൾ 3 C 2 N 3 C എന്ന് ഉദ്ദേശിക്കുമ്പം റേസിംഗ് സ്റ്റുഡൻസ് ടു ബി കോൺഫിഡൻറ്റ്, കോമ്പിറ്റൻറ്റ്, കമ്പാഷനറ്റ് സിറ്റിസൻസ് ത്രൂ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. കോൺഫിഡൻസ് നമുക്കറിയാം, ആത്മവിശ്വാസം വളരെ നഷ്ടപ്പെട്ട ഒരു വിഭാഗം കുട്ടികളുണ്ട്. അപ്പം ഇവരിൽ വളരെ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ഹെട്രോജിനസ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ്. പ്രത്യേകിച്ച് സ്റ്റേറ്റ് സ്കൂളിൽ പലതരത്തിലുള്ള കുട്ടികൾ, CBSE ICSE ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഇവരെല്ലാം കോൺഫിഡൻസിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു, കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. ഇതിനായിട്ട് ബേസിക്കലി മാക്സിമം മറ്റ് സ്കൂളുകളിലെ കോമ്പറ്റീഷൻസിന് അയക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ദൗത്യമായിട്ട് ഞാൻ ഏറ്റെടുക്കാറുണ്ട്. ഏതൊക്കെ കോമ്പറ്റീഷൻസ് വന്നാലും പുറകെ നിൽക്കുന്ന കുട്ടികളെല്ലാം അതിൽ ഒരു എക്സ്പോഷർ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നീട് നമുക്കറിയാം, ഇന്നത്തെ ഒരു തലമുറയിൽ IQ ലെവൽ ഉണ്ടെന്നൊക്കെ നമ്മൾ അവകാശപ്പെട്ടാലും കമ്പാഷൻ ഒരു വികാരം മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു വികാരം പലരിലും ഇല്ല, സഹാനുഭൂതി. അത് ബേസ് ചെയ്ത് നമ്മുടെ സ്കൂളിൽ വളരെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഒന്നാമത് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ, പിന്നെ ഒരു സ്പിരിച്വൽ മെൻറ്ററിങ്, നമുക്കൊരു ചാപ്ലിനുണ്ട്. എല്ലാ ട്യൂസ്ഡേയ്സും തേഴ്സ്ഡേയ്സും ക്ലാസ് ടീച്ചേഴ്സ് ത്രൂ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ, അസംബ്ലി ടോക്സ്. അതുകൂടാതെ ക്രിസ്മസിനും മുഖ്യ സെലിബ്രേഷൻ ദിവസങ്ങളിൽ നമ്മൾ അടുത്തുള്ള ഓർഫനേജ്, ഫോർ എക്സാമ്പിൾ ഈ വർഷം ഷാലോം ഹോം, കഴിഞ്ഞ വർഷം കുറവൻകോണത്തുള്ള ചെഷായ ഹോം, പിന്നെ നമ്മുടെ അടുത്തുള്ള നിർധനരായിട്ടുള്ള ഗവൺമെൻറ് സ്കൂളിലെ വിദ്യാർത്ഥികൾ, ഇവരെയൊക്കെ സന്ദർശിക്കുകയും അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യാനായിട്ട് സീനിയർ സെക്കൻഡറി കുട്ടികളെ നമ്മൾ വിടാറുണ്ട്.
നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരുപാട് ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻസിനൊക്കെ വിട്ടിട്ടുണ്ട്. ലൈക്ക് സൃഷ്ടി, സർവോ ഫെസ്റ്റ് ആൻഡ് ഇതിനൊക്കെയും കുക്കിങ്ങിനും ഫോട്ടോഗ്രാഫിക്കൊക്കെ ഫസ്റ്റ് അടിച്ച് നമ്മുടെ സ്റ്റുഡൻസ് തിരിച്ചു വന്നിട്ടുണ്ട്. ലൈക്ക് ഫുട്ബോളിനൊക്കെയും പല ശാസ്ത്രമേള അങ്ങനത്തെ പല കോമ്പറ്റീഷൻസിന് നമ്മുടെ ടീച്ചേഴ്സ് ട്രെയിൻ ചെയ്ത് വിടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ആക്കഡമിക്സ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും 12th ഗ്രേഡേഴ്സാണ്. അപ്പം 12th ഇത്രയധികം പോർഷൻസ് പഠിക്കാനുണ്ടായിരുന്നിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പോർഷൻസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കോമ്പറ്റീഷൻസിന് പോകാനും പറ്റുന്നുണ്ട്. സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു. നമ്മളെ സ്കൂളിലെല്ലാവരും കൂടെ കളക്ട് ചെയ്ത് 650 പൊതിച്ചോറ് നമ്മളെല്ലാവരും കൂടെ പ്രൈമറി തൊട്ട് വളരെ കൊച്ചു കുട്ടികൾ തൊട്ട് നമ്മളെ 12th വരെയുള്ള എല്ലാ കുട്ടികളും കൂടെ കളക്ട് ചെയ്ത് ഇവിടുത്തെ വോളണ്ടിയേഴ്സ് എല്ലാം കൂടെ കളക്ട് ചെയ്ത് നമ്മൾ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർക്ക്. ഇറ്റ് വാസ് എ ഹ്യൂജ് അച്ചീവ്മെൻറ്റ്. കാരണം 650 പൊതിച്ചോറിന് ഒരു ദിവസം കൊണ്ട് ഒരു ഡേ നോട്ടീസിൽ കൊണ്ടുവരുന്നതെന്നൊക്കെ പറയുമ്പോൾ വലിയൊരു കാര്യമായിരുന്നു. അത് മാത്രമല്ല ഈ വർഷം ബാക്കിയുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് ദിസ് ഇയേഴ്സ് ബാച്ച് ഇസ് സോ ഗുഡ് അറ്റ് സ്പോർട്സ്. കാരണം ഈ വർഷം 2-3 പേര് നാഷണൽസ് പോയിട്ടുണ്ട്. ഗായത്രി എന്ന് പറയുന്ന ഒരു കുട്ടി നാഷണൽസ് പോയിട്ടുണ്ട്. നേരത്തെ കണ്ട അഖിൽ, അനോക്ക് എന്ന് പറയുന്ന ടേബിൾ ടെന്നീസ്, പിന്നെ ബോക്സിങ്, ഞാനായാലും ബോക്സിങ്ങും കിക്ക് ബോക്സിങ്, കളരി, അങ്ങനെ കുറേ സ്പോർട്സ് ഇനങ്ങളിലും പോയിട്ടുണ്ട്. പിന്നെ സബ് ഡിസ്ട്രിക്റ്റിനും ഇത്രയും നാളില്ലാത്ത അത്രയും കോമ്പറ്റീഷൻ നമ്മുടെ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് വി വെർ വൺ ഓഫ് ദ റണ്ണർ അപ്സ് ദർ. ആൻഡ് ക്രിക്കറ്റ്, ഫുട്ബോളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ കിള്ളൻ ടീമാണ് നമ്മളെ. ആൻഡ് ക്രിക്കറ്റിൽ നമ്മൾ ഇപ്പോഴത്തെ സബ് ഡിസ്ട്രിക്ട് സെക്കൻഡൊക്കെ വാങ്ങിച്ച കുട്ടികളാണ്. ഓവറോൾ നോക്കുമ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം സെൻറ്റ് തോമസ് ഈസ് ഷൈനിങ് ലൈക്ക് എ സ്റ്റാർ റൈറ്റ് നൗ. പിന്നെ നമ്മുടെ സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് സർവോദയ കണ്ടക്ട് ചെയ്ത റെൻഡാവ് എന്ന് പറഞ്ഞൊരു ഇതിന് പോയിരുന്നു. അതിൽ ഫെസ്റ്റിന് പോയിരുന്നു. അവിടെ നമ്മൾ കുക്കിങ്ങിനും ഫോട്ടോഗ്രാഫിക്കും ഫസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ അതുപോലെ SCV MUN സർവോദയ സെൻട്രൽ വിദ്യാലയം നടത്തിയിരുന്ന MUN മോഡേൺ യുണൈറ്റഡ് നേഷൻസിൽ പോയിരുന്നു. അതിലും അങ്ങനെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഇവിടെ നമ്മളെ സ്കൂളിലാണെങ്കിൽ നർക്കോട്ടിക്സ് ക്ലബ്ബുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലാണെങ്കിൽ പോസ്റ്റർ കോമ്പറ്റീഷൻസ് അങ്ങനത്തെ കുറേ ക്യാമ്പയിൻസ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. നമ്മൾ ഈ ഇവിടെ ജൂൺ മാസത്തിലാണ് എല്ലാ ദിവസവും രാവിലെ ഇവിടെ പ്ലഡ്ജൊക്കെ കൊടുക്കും അസംബ്ലിയിൽ. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോസ്റ്റർ കോമ്പറ്റീഷൻ അങ്ങനത്തെ. പിന്നെ അവയർനെസ് ക്ലാസ്സിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ പറയാം അവയർനെസ് കുട്ടികളിലൊക്കെ ഇങ്ങനെ പകർത്തി കൊടുക്കുന്നതിനെ കുറിച്ച്. ആദർശ് എന്താ ഇഷ്ടവിഷയം? ഇഷ്ടവിഷയം എന്ന് പറയുന്നത് സിനിമ, നാടകം, അഭിനയം, പ്രസംഗം, മോണോ. ഒരാളെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഞാൻ ഒടുവിൽ എത്തിയിരിക്കുന്നു. സിനിമ, നാടകം, അഭിനയം ഇഷ്ടമാണ്. സിനിമ തന്നെയാണോ ആഗ്രഹിക്കുന്നത്? സിനിമ ഫീൽഡിലേക്ക് പോകണമെന്നാണ്? സിനിമ ഫീൽഡല്ല, ഞാൻ മെയിനായിട്ടും കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാറുള്ളത് പ്രസംഗത്തിനും മോണോ ആക്ടിനും ഒക്കെയാണ്. സിനിമ എന്നതിലുപരി നാടകത്തിലൊക്കെ പങ്കെടുക്കുവാനും നാടകത്തിലൊക്കെ അഭിനയിക്കുവാനാണ് ഞാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത്. തിയേറ്റർ ഇഷ്ടമാണ്. അങ്ങനെ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം? അത് ഒരുപാട് കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു കൂട്ടം ഉറുമ്പുകൾ എന്നൊരു നാടകത്തിൽ ഒരു ഉറുമ്പായി അഭിനയിച്ച ഒരു ഇതായിരുന്നു. അതുപോലെ തന്നെ ആന്റഗോണിസ്റ്റ് എന്നൊരു കഥാപാത്രത്തിൽ ഒരു സാങ്കല്പിക കഥാപാത്രമായി അങ്ങനെ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. കയ്യടി കിട്ടിയിട്ടുള്ള അത് ഒരു ഡയലോഗ് പറഞ്ഞപ്പോഴോ ഒരു ആക്ഷൻ കാണിച്ചപ്പോഴോ ഇങ്ങനെ കയ്യടി കിട്ടിയിട്ടുള്ള അത് ബാലസംഘം സംഘടിപ്പിച്ച വേനൽത്തുമ്പി കലാജാതയുടെ ഭാഗമായിട്ട് സത്യാന്വേഷണം എന്ന ഒരു രാഷ്ട്രീയപരമായൊരു നാടകം അവതരിപ്പിക്കുമ്പോൾ അതിൽ ഗാന്ധിജിയുടെ വേഷം അവതരിപ്പിച്ചപ്പോൾ അതായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട. ഞാൻ അഭിനയിച്ചതിൽ വെച്ച് എനിക്ക് കഥാപാത്രം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ അത് കാണികളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കഥാപാത്രം അത് തന്നെയായിരുന്നു. മോണോ ആക്ട് ചെയ്യാറുണ്ട്. എന്നാ ഒരു ആക്ട് ആയാലോ? സാറേ, എന്റെ മുഖം മൂടി ഊരല്ലേ സാറേ? എനിക്കൊന്നും കാണണ്ട, എനിക്കൊന്നും ഓർമ്മയില്ല. എല്ലാം ഞാൻ തന്നെയാ ചെയ്തത്. വളരെ ചെറിയ പോർഷനായിപ്പോയി. നന്നായിരുന്നു കേട്ടോ. ഇനി ആരാണ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പെർഫോം ചെയ്യാനുള്ളത്? ഞാനൊന്ന് പുറകോട്ട് പോട്ടെ. പുറകിൽ കുറേ പേര് എപ്പോഴും ബാക്ക് ബെഞ്ചേഴ്സ് ആയിട്ട് നിൽക്കും. മോനെങ്കിൽ വന്നോനെ. പേരെന്താ? ഋഷികേഷ്. ഏറ്റവും ഇഷ്ടമുള്ള വിഷയം? സ്പോർട്സിൽ എന്തെങ്കിലും താല്പര്യമുണ്ടോ? ഇഷ്ടമാണ്. സിനിമ അഭിനയിക്കാൻ ഇഷ്ടമാണോ?
പിന്നെ ഇല്ല. പിന്നെന്താണ് അതിനകത്ത് എന്തൊക്കെയാ നോക്കുന്നത്? സിനിമ കാണുമ്പോൾ എന്തൊക്കെ എന്റർടൈൻമെന്റ് ഉണ്ടാവണം. ആണോ? മറ്റേ വലിച്ചു നീട്ടുന്ന സിനിമകൾ ഇഷ്ടമല്ല. പേരെന്താ? ആദിത്യൻ. എന്താ ആദിത്യന് ഇഷ്ടമുള്ള സബ്ജക്ട് എന്താ? സ്പോർട്സ് എക്സിബിഷൻ അതാണ് മെയിൻ. സ്പോർട്സ് ആണ് ഇഷ്ടം. സ്പോർട്സിൽ അത്ലറ്റിക് സാധനങ്ങൾ എന്തൊക്കെയാ ചെയ്യാറ്? പങ്കെടുക്കാറുണ്ടോ? എന്തൊക്കെയാണ് ഇനങ്ങൾ? ഏതൊക്കെയാ? റണ്ണിംഗ് ആണ് മെയിൻ. 1500 ഓക്കെ 800 ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് അത് മാത്രം. ഇവിടെ വരൂ. ഒരു കുഞ്ഞുമോൾ. പേരെന്താ? അലീന. അലീന എത്രാം ക്ലാസ്സിലാ? 5th. എന്തോ പാട്ടാണോ പാടുന്നേ? എന്താ? അല്ലല്ല. പിന്നെ എന്താണ്? സ്പോർട്സ് ആണോ? സ്പോർട്സും പിന്നെ ആർട്ട്. ഇഷ്ടാണോ സ്കൂള്? ഇവിടെ ഇപ്പൊ വന്നതേ ഉള്ളോ? ഞാൻ 4ാം ക്ലാസ്സിൽ സ്റ്റേറ്റിലോട്ട് വന്നു. ഈ സ്കൂളിൽ തന്നെയായിരുന്നു? CBSE ആയിരുന്നോ? അല്ല, ICSE ആയിരുന്നു. അത് കുറച്ച് പാടായിരുന്നു. അതുകൊണ്ട് നമ്മൾ സ്റ്റേറ്റിലോട്ട് വന്നു. എങ്ങനെയുണ്ട് ഇപ്പോൾ സ്റ്റേറ്റിൽ വന്നിട്ട്? സ്റ്റേറ്റ് എളുപ്പമാണ്. ക്ലാസ്സിൽ എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? ഇഷ്ടമുള്ള സബ്ജക്റ്റ് എന്താ? ഇംഗ്ലീഷ്. പിന്നെയോ വേറെ എന്തൊക്കെയാ? ഡാൻസ് അങ്ങനെയൊന്നുമില്ല? ഞാൻ സ്പോർട്സിൽ ടെന്നീസ് പഠിക്കാൻ പോകുന്നുണ്ട് ഇവിടെ തന്നെ. ഇവിടെ ഉണ്ടോ? അപ്പോൾ അതിനെ കുറിച്ച് പറഞ്ഞേ. പഠിപ്പിക്കുമ്പോൾ ഇവിടെ എങ്ങനെ? നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സമയത്താണോ അതോ ക്ലാസ്സിന്റെ ക്ലാസ് വിടുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകും. അങ്ങോട്ട് ഒരു ടെന്നീസ് ഫീൽഡ് ഉണ്ട് അവിടെ. ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ടെന്നീസ് കളിപ്പിക്കുന്നത്. ശരി. ഓ അടിപൊളി. യൂത്ത് ഫെസ്റ്റിവലിന്റെ ചാമ്പ്യൻ ആണോ? അടിപൊളി, ഗംഭീരം. ഈ ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ടെന്നീസ് പോലെ മോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ സ്കൂളിലുള്ളത്? ഇപ്പൊ നിങ്ങളുടെ സ്കൂളിൽ ഇപ്പൊ ഈ പാഠമാല കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും രക്ഷകർത്താക്കൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ എവിടെ ചേർക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇവിടേക്ക് വരണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉള്ളത്? ഇവിടെ സ്വിമ്മിംഗ് ഉണ്ട്, പിന്നെ ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, അങ്ങനെ സ്പോർട്സ് കരാട്ടെ ഉണ്ട്. പിന്നെ അതുപോലെയൊക്കെ തന്നെ ഇങ്ങനെ കോ-കരിക്കുലർ എല്ലാം ഉണ്ട്. ചേരാറുണ്ട് എല്ലാവരും? ഞാൻ സ്പോർട്സ്. എന്താണ് ഞാൻ സ്പോർട്സ്? അത്ലറ്റിക്സ്. ആണോ? പുറത്ത് പോയി മത്സരിക്കാറുണ്ടോ? കിട്ടിയില്ല. പോയല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? എവിടെ വെച്ചായിരുന്നു? GV രാജസിലോ? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, മഴയായിരുന്നു. ഭയങ്കര മഴയായിരുന്നു. അപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു. പേരെന്താണ്? അബിഗേൽ. എന്താണ് മോളുടെ ഇഷ്ട വിഷയം? ഡാൻസ് ഇഷ്ടമാണ്. എന്താ പഠിക്കുന്നുണ്ടോ? ഇല്ല, പഠിക്കുന്നില്ല. പഠിക്കണമെന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. അച്ഛനും അമ്മയോടും പറയുന്നു ആഗ്രഹമുള്ള ഒരു കുട്ടി ഇവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സെറ്റാക്കുമല്ല. ഓക്കെ, അപ്പോൾ ഒരു പാട്ട് പാടി അവസാനിപ്പിച്ചാലോ നമുക്ക്? അപ്പോൾ ഇതുവരെ പാടാത്തവർ? Is there something wrong with you? A loose screw or two that ruined your ability to function? Why are you always so tired? Your life is uninspired and small. All you do is sprawl on the couch with outstretched limbs like a sloth in slow motion. Where is your devotion to succeed, Maya? Did it drift out your window with the smoke from your weed? Do I need to force feed you discipline till you finally concede? I cook and I clean and I don't stop till the soles of my feet bleed. But I am fine. I am perfect. Be perfect, Maya. Be perfect like me. അപ്പോൾ എന്തായാലും സെന്റ് തോമസ് സ്കൂളിലെ ഇത്രയും കുട്ടികളെ തന്നെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ട്. അവരോട് എല്ലാവരും സംസാരിച്ച് കഴിയാൻ ഈ ഒരു എപ്പിസോഡ് പോരാ. അതുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പാഠനാളിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡിൽ കുറച്ച് കുട്ടികളുമായി വീണ്ടും കാണാം. നമസ്കാരം. പാഠം 4 നിങ്ങളുടെ സ്കൂളിലേക്കും വരും. സ്പെഷ്യൽ ഒക്കേഷൻസ് ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 6304923349.